ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള DRDOയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പെർമനന്റ് വേക്കൻസിയാണ്. അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം സാലറി നല്ല അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഏതൊരു അപേക്ഷ നമ്മൾ കൊടുക്കുമ്പോൾ ആ അപേക്ഷയിൽ മാക്സിമം തെറ്റുകളില്ലാതെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്തു, എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയോ, നമുക്ക് എന്തൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മൾ നേരിടുകയാണെങ്കിൽ നമുക്ക് പഠിക്കുന്ന സമയത്തൊന്നും നമുക്ക് വേണ്ട രീതിയിലുള്ള കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വിശദമാക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് അപേക്ഷയിൽ തെറ്റുകൾ വന്നു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു September 11, അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ്. ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം 1 വീക്കോളായി. അപ്പോൾ ഇന്നലെയാണ് അതിൻ്റെ ഒഫീഷ്യൽ, അതായത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, കുറച്ച് തിരക്കുകൾ കാരണം നമുക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമീപത്തായിട്ട് നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ കാണാൻ പറ്റും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എംബസ് ഓൺലി വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഒന്ന് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അത് നമ്മൾ കോഡ് STAB എന്ന് പറയും കേട്ടോ. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇതിൽ 561 വേക്കൻസി അത് വിളിച്ചിട്ടുണ്ട്. പിന്നെ 203 വേക്കൻസി ടെക്നീഷ്യൻ A കാറ്റഗറിയുള്ള പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 കാറ്റഗറി പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റിയുടെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഏജ് ലിമിറ്റ് ആണെങ്കിലും അതിൻ്റെയൊക്കെ കട്ട് ഓഫ് ഡേറ്റ് കണക്കാക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2026 അപ്പോൾ 1/1/2026 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈഡ് ആയിരിക്കണം. അത് ഏജ് വൈസ് ആണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നമുക്ക് ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്സ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 11/12/2025 മുതലാണ്. ഇന്നലെ മുതലാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 2026 ജനുവരി 1 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ കാര്യങ്ങളിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഫീ പേയ്മെൻറ്റ് ഉണ്ട്. ഇതിലേക്ക് ഫീ പേയ്മെൻറ്റ് റീഫണ്ട് കിട്ടുന്ന എമൗണ്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കീം കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 3/1 വരെ സമയമുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വരാതിരിക്കട്ടെ, തെറ്റുകൾ വന്നു പോയാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഡേറ്റ് അവർ തരുന്നുണ്ട്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് 4/1/2026 മുതൽ 6/1/2026 എന്ന് പറയുന്ന ഈ ഡേറ്റുകളിൽ നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഡേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തെറ്റുകൾ വരാതെ മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ Tier 1 എക്സാമിനേഷൻ, അതായത് ഇതിൽ Tier 1 എക്സാമിനേഷൻ, Tier 2 2 ഘട്ടമായിട്ടാണ് എക്സാം എടുക്കുന്നത്. സ്ക്രീനിങ് ടെസ്റ്റാണ് Tier 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ Tier 1 എക്സാമിനേഷൻ നടക്കുന്നത് നമുക്ക് പിന്നീട് വെബ്സൈറ്റിൽ അറിയിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മെമ്പേഴ്സ് ഓൺലിക്കായിട്ട് അതിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പേ സ്കെയിൽ നമ്മൾ ആദ്യം നോക്കുന്ന പോസ്റ്റ് ഇതാണ്, ഗ്രൂപ്പ് B പോസ്റ്റാണ്. അതായത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്, ഗ്രൂപ്പ് B പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിലൂടെ കാണാൻ നിങ്ങൾക്ക് 6 ആണ് വരുന്നത് ലെവല്. അതിൽ 30,400 മുതൽ 1,12,400 ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാം ഒട്ടനവധി ബെനിഫിറ്റ്സും അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതിലേക്ക് വേണ്ട ഡീറ്റെയിൽ ക്വാളിഫിക്കേഷൻ നമ്മൾ പറയും. അതിന് മുൻപ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് BSc ബാച്ചലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഫൈനൽ ഇയറിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് ഉണ്ടല്ലോ 1/1/2026, ആ ഡേറ്റിലേക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത് 1/1/2026 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ റിസൾട്ടൊക്കെ വന്നിരിക്കണം. അല്ലാതെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ കൂടെ കാണാം.
അതായത് മാസ്റ്റർ ഓഫ് സയൻസ്, അതായത് MSc അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി തുടങ്ങിയിട്ടുള്ള ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ഹയർ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അതായത് ഉയർന്ന ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നത്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അവിടെ പ്രശ്നമില്ല, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റിലേക്ക് 1/1/2026 ഈ പറയുന്ന ഏതെങ്കിലും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യില്ല, അവരെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ എന്താണ് പരിഗണിക്കില്ല, അവർ ഇതിലേക്ക് എലിജിബിൾ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ പോസ്റ്റ് വൈസ് ഡിസിപ്ലിൻ, അതായത് എലിജിബിലിറ്റി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് സബ്ജക്റ്റ് വൈസ് ആ ഡിസിപ്ലിൻ വൈസ് എലിജിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ വേക്കൻസിയും നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ കാണാം പോസ്റ്റ് കോഡ് 0101 എന്നുള്ളതാണ്. അത് നിങ്ങൾ നോക്കുക. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമയാണ് വേണ്ടത്. അത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ വേക്കൻസി മാത്രമാണ് ഞാൻ പറയാം 3 വേക്കൻസി. ബാക്കി നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഉണ്ടോ നോക്കാം. എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ SCക്ക് ഒരു വേക്കൻസി, ഇവിടെ OBCക്ക് ഒരു വേക്കൻസി, EWSന് വേക്കൻസി. അപ്പോൾ ഇവിടെ ജനറൽ വേക്കൻസി ഇല്ല. അപ്പോൾ ഈ ജനറൽ വേക്കൻസി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ജനറൽ കാൻഡിഡേറ്റ്സിന് ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എലിജിബിൾ അല്ല എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഏതാണെന്ന് വെച്ചാൽ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം, അതിലേക്ക് എലിജിബിൾ ആണ്, അവർ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അത് റിസർവ്ഡ് വേക്കൻസിയാണ്. ഓക്കെ. അപ്പോൾ ഇൻ കേസ് ഇനിയിപ്പം റിസർവ്ഡ് വേക്കൻസി ഇല്ല, ജനറൽ വേക്കൻസി ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കെമിസ്ട്രി നിങ്ങൾക്ക് ഇവിടെ STക്ക് വേക്കൻസി ഇല്ല, പക്ഷേ അതിൽ ജനറൽ വേക്കൻസി ഉണ്ട്. പക്ഷേ ST കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ വേക്കൻസി വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്ന റിസർവ്ഡ് വേക്കൻസി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത്തെ പോസ്റ്റ് കോഡ് ഇവിടെ വരുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 15 വേക്കൻസി ടോട്ടൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ ഉണ്ട്. ഇത് പോസ്റ്റിംഗ് ലൊക്കേഷൻ്റെ കോഡാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. കൊച്ചിയിലൊക്കെ വേക്കൻസി ഉണ്ട്. ഈ K2 എന്ന് പറയുന്നത് കൊച്ചിയാണ് കേട്ടോ. K2 എന്നുള്ളത് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ. പോസ്റ്റ് കോഡ് വരുന്നുണ്ട്, അത് കൊച്ചി ആയിരിക്കും. അതിൻ്റെ പോസ്റ്റിംഗ് ഇനീഷ്യൽ പോസ്റ്റിംഗ് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് കെമിസ്ട്രി ആണ്. നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ BSc കെമിസ്ട്രിയിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 22 വേക്കൻസിയാണ്. ഓക്കെ. പിന്നെ അടുത്ത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 11 വേക്കൻസി. അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് പക്ഷേ ഈ പറയുന്ന DOACC അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ MCA ഇതൊന്നും വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാകും, MCA വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, BCA വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഡിപ്ലോമ തന്നെ വേണം ഈ ഡിസിപ്ലിനിൽ. 160 വേക്കൻസി ഉണ്ട്. പിന്നെ അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 11 വേക്കൻസി. അടുത്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 47 വേക്കൻസി. അടുത്തത് നിങ്ങളുടെ ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 111 വേക്കൻസി ഇതിലുണ്ട്. പിന്നെ അടുത്ത ജിയോളജിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc ജിയോളജി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് 1 വേക്കൻസിയാണ് ഉള്ളത്. ഇനി അടുത്ത ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 6 വേക്കൻസിയാണ്. ഇനി അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസിയാണ്. ഓക്കെ. ഇനി അടുത്തത് ലൈബ്രറി സയൻസ് ആണ്. ലൈബ്രറി സയൻസിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റ് സയൻസിലുള്ള ബിരുദമാണ് വേണ്ടത്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കണം, സയൻസിലൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ പറയുന്ന ലൈബ്രറി സയൻസിലോ അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലോ ഉള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ ഏതെങ്കിലും ഉണ്ടായിരിക്കണം. ഡിപ്ലോമയ്ക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷനെങ്കിലും ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന ലൈബ്രറി സയൻസിലേക്ക് ടോട്ടൽ 5 വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡിഗ്രി നിങ്ങൾ സയൻസ് ആയിരിക്കണം പഠിച്ചിരിക്കേണ്ടത്. പ്ലസ് നിങ്ങൾക്ക് എന്താണ് സയൻസ് ഏത് സബ്ജക്റ്റ് എന്നുള്ള ഇനി സബ്ജക്റ്റ് സയൻസ് ആയാൽ മതി എന്നുള്ളതാണ്. ബാച്ചിലർ ഓഫ് സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അത് വെച്ച് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഡിപ്ലോമ വേണം, അതല്ലെങ്കിൽ ഡിഗ്രി വേണം, അതല്ലെങ്കിൽ PG വേണം. അത് ഈ പറയുന്ന ലൈബ്രറി സയൻസിലോ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG വേണ്ടത് ഒന്നെങ്കിൽ ലൈബ്രറി സയൻസിലോ അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലോ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ.
ഓക്കെ. ഇനി അടുത്തത് മാത്തമാറ്റിക്സ് ആണ്. ഇതിലേക്ക് മാത്തമാറ്റിക്സിൽ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 6 വേക്കൻസി. അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി, അതിൽ പ്രൊഡക്ഷൻ ഓർ ഓട്ടോമേഷൻ, ഓട്ടോമൊബൈൽ ആൻഡ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഒക്കെ വരുന്നുണ്ട്, മെയിൻ്റനൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 127 വേക്കൻസി ഉണ്ട്. ഇതിനടുത്ത് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, 12 വേക്കൻസി ഉണ്ട്. അടുത്ത ഫിസിക്സിൽ BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 18 വേക്കൻസി ഉണ്ട്. സൈക്കോളജി BSc സൈക്കോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 4 വേക്കൻസി ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം 561 വേക്കൻസിയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് PWD കാൻഡിഡേറ്റ്സിനും 21 വേക്കൻസി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ശാരീരികമായ പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക്. പിന്നെ അടുത്ത പോസ്റ്റ് വരുന്നത് ടെക്നീഷ്യൻ A പോസ്റ്റാണ്. ഇത് ഗ്രൂപ്പ് C കാറ്റഗറിയുള്ള പോസ്റ്റാണ്. ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലെവൽ 2 ആണ് വരുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പോസ്റ്റ് പറഞ്ഞ പോലെ ഹയർ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുള്ള, അതായത് ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റിലേക്ക് 1/1/2026 നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിലോസഫിയിലോ ഡോക്ടർ ഓഫ് ഫിലോസഫി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് BE ഓർ BTech അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അവർ എലിജിബിൾ അല്ല കേട്ടോ. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് അവർ അതിൽ എലിജിബിൾ അല്ല എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക് ടെക്നീഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്നാമത്തേത് ബുക്ക് ബൈൻഡർ ആണ്. അപ്പോൾ ഇതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം, ITI സർട്ടിഫിക്കറ്റ് വേണം. അത് ഈ പറയുന്ന ബുക്ക് ബൈൻഡറോ അല്ലെങ്കിൽ ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ കം ബുക്ക് ബൈൻഡറിലോ അല്ലെങ്കിൽ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ട്രേഡോ അല്ലെങ്കിൽ ലിത്തോ ഓഫ്സെറ്റ് മെഷീൻ ബൈൻഡറിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ടോട്ടൽ വേക്കൻസി 3 വേക്കൻസിയാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് കാർപ്പൻറ്റർ ആണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. പ്ലസ് എന്ത് വേണം, നിങ്ങൾക്ക് ITI എല്ലാത്തിലും 10ാം ക്ലാസ് പാസ്സാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാർപ്പൻറ്റർ ട്രേഡിൽ ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 4 വേക്കൻസിയാണ്. പിന്നെ CNC ഓപ്പറേറ്റർ ആണ്. 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് CNC ഓപ്പറേറ്റർ ട്രേഡിലോ അല്ലെങ്കിൽ CNC പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ട്രേഡിലോ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 3 വേക്കൻസിയാണ്. അടുത്ത കോപ്പയാണ്. 10ാം ക്ലാസ് വേണം. പ്ലസ് നിങ്ങൾക്ക് എന്താണ് കോപ്പയിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 52 വേക്കൻസി ഉണ്ട്. പിന്നെ അടുത്ത ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലാണ്. ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 6 വേക്കൻസിയാണ്. എല്ലാത്തിലും 10ാം ക്ലാസ് ബാധകമാണ്, ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിനടുത്ത് ഇലക്ട്രീഷ്യനിലോ അല്ലെങ്കിൽ വയർമാനിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫിറ്റർ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ ഏതെങ്കിലും ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 30 വേക്കൻസി ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് ഇപ്പോൾ നിങ്ങൾക്ക് ITI അല്ലെങ്കിൽ അപ്രന്റീഷിപ്പ് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ഞാൻ പറയാം. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന ITI നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഓർ റേഡിയോ ആൻഡ് TV മെക്കാനിക് അല്ലെങ്കിൽ റഡാർ മെക്കാനിക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റം മെയിൻ്റനൻസ് ഓർ മെയിൻ്റനൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞിരിക്കുക ഏതെങ്കിലും ട്രേഡിൽ ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, 31 വേക്കൻസി ഉണ്ട് അതിൽ. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഫിറ്റർ ആണ്. നിങ്ങൾക്ക് ഫിറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബെഞ്ച് ഫിറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 25 വേക്കൻസി ഉണ്ട്. ഇതിനടുത്ത മെഷീനിസ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെഷീനിസ്റ്റ് ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 12 വേക്കൻസിയാണ്. അടുത്ത മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ആണ്. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 7 വേക്കൻസിയാണ്. അടുത്ത ഒപ്റ്റിക്കൽ വർക്കറാണ്. ഒപ്റ്റിക്കൽ വർക്കറിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 2 വേക്കൻസിയാണ്. അടുത്ത ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫറിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ ട്രേഡിലോ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 5 വേക്കൻസിയാണ്. ഇതിനടുത്ത് ഷീറ്റ് മെറ്റൽ വർക്കറിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് ഷീറ്റ് മെറ്റൽ വർക്കറിലേക്ക് അപ്ലൈ ചെയ്യാം, 3 വേക്കൻസിയാണ്. ഇതിനടുത്തത് നിങ്ങൾക്ക് സർവേയറിൽ ITI കഴിഞ്ഞവർക്ക് സർവേയർ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം, 1 വേക്കൻസിയാണ്. പിന്നെ അടുത്ത ടേണർ, നിങ്ങൾക്ക് ഇതിലേക്ക് ടേണർ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇതിലേക്ക് നിങ്ങൾക്ക് 8 വേക്കൻസിയാണ്. അടുത്ത വെൽഡറിലേക്ക് വെൽഡർ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 11 വേക്കൻസി. അങ്ങനെ 203 വേക്കൻസി അതിലും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെ റിസർവ്ഡ് വേക്കൻസിയും അതുപോലെ PWD കാൻഡിഡേറ്റ്സും മാറ്റിയൊക്കെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൽ C2 എന്നുള്ളത് ചെന്നൈ ആണ് കേട്ടോ വരിക. പിന്നെ അതുപോലെ B2 എന്നുള്ളത് ബാംഗ്ലൂർ, K2 എന്നുള്ളത് കൊച്ചിയാണ് വരിക കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇനീഷ്യൽ പോസ്റ്റിംഗ് ലൊക്കേഷനാണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ITI വേണമെന്നില്ല. അതിൻ്റെ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇഫ് എനി ഓഫ് ദ റിക്വയർഡ് ഡിസിപ്ലിൻ ഓർ ട്രേഡ് ITI ഡി നോട്ട് അവാർഡ് സർട്ടിഫിക്കറ്റ് ദെൻ ഇൻ സച്ച് എ കേസ് കാൻഡിഡേറ്റ്സ് ഹു പോസസ് സർട്ടിഫിക്കറ്റ് ഓഫ് മിനിമം 1 year duration from the recognized institution in the required discipline or trade or possess national trade certificate in the required discipline or trade or possess national apprenticeship certificate in the required discipline or trade are also eligible to apply എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം മുകളിൽ പറഞ്ഞ ട്രേഡിൽ ചില ട്രേഡിൽ എന്താണ് ITI സർട്ടിഫിക്കറ്റ്, ITI ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ITI എന്ന് പറയുന്ന കോഴ്സ് ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് എന്താണ് ഈ മുകളിൽ പറഞ്ഞ അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് അപ്രന്റീഷിപ്പോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതത് ട്രേഡ് ആയിരിക്കണേ. ഓക്കെ,
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫർ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ നമുക്ക് IT അത്ര ആ ഒരു ട്രേഡ് നമുക്ക് നമ്മുടെ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രേഡ് കൊടുക്കുന്നില്ലായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് എന്താണ് അതിന് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് യൂസ് ചെയ്യാം. IT തന്നെ കഴിഞ്ഞോളണം എന്നില്ല എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നമ്മൾ കോഡ് ഓഫ് പോസ്റ്റിങ്ങിൻ്റെത് ഞാൻ പറഞ്ഞു B2 ബാംഗ്ലൂരാണ്, C2 ചെന്നൈ കൊച്ചി ഒക്കെയാണ്. പിന്നെ മറ്റു സ്ഥലങ്ങൾ എനിക്ക് ഇതൊന്ന് കണ്ടെത്താം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 1/1/2026 മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഏജിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ ഹോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി തരാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൽ. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ GOCL എജുലാൻഡ് എന്ന് അടിച്ചാൽ മതി. നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും. ഇതിൽ ഏജ് കാൽക്കുലേറ്റർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഏജ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അതായത് നിങ്ങൾ ഈ ഏജ് ഓവർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏജ് കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങളുടെ ഏജ് എത്ര ഇയറായി, എത്ര മന്തായി, എത്ര ഡേ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ മിനിമം ഏജ് 18, മാക്സിമം 28 കഴിയാനും പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. OBC NC ആണെങ്കിൽ 3 വർഷം, SC/ST 5, PWDയിൽ തന്നെ ജനറൽ ആണെങ്കിൽ 10, OBC ആണെങ്കിൽ 13, SC/ST ആണെങ്കിൽ 15 വർഷം. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നിലവിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്. പിന്നെ എക്സ് സർവീസ്മാൻ ഉണ്ട്. പിന്നെ വിഡോസ് ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്ക് അപ് ടു 35 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ മെറിറ്ററി സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ SC/ST ഇതൊക്കെ വരുമ്പം വ്യത്യാസം വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ചോദിക്കാം നിങ്ങൾ. ഇനി മെഡിക്കൽ ഫിറ്റ്നസ്, നമുക്ക് മിനിമം ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മൾ വേഗം അപ്ലൈ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നമ്മൾ നല്ല മാർക്ക് വാങ്ങിയിട്ടും കാര്യമില്ല. നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ആവും, നമ്മൾ അതിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് മെൻ്റലി ഫിസിക്കലി നമ്മൾ ഗുഡ് ഹെൽത്ത് ആയിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അതായത് മറ്റു ഫിസിക്കൽ ഡിഫോമാറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല, അംഗവൈകല്യങ്ങൾ. അപ്പോൾ അത് റിസർവ്ഡ് വാക്കൻസീസ് ഉണ്ടാകും PWD കാൻഡിഡേറ്റ്സിന്, അവർക്കൊക്കെ അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഓർ കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായി മെഡിക്കൽ അതോറിറ്റി ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സോ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ അതിന് സെലക്ഷൻ ഔട്ട് ആവും. ഈവൻ നിങ്ങളുടെ എക്സാമിന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വരെ എന്താണ് അത് പരിഗണിക്കില്ല. ഓക്കെ, അതൊക്കെ ഔട്ട് തന്നെയാണ്. ഇനി അതുപോലെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡിസ്റ്റൻറ്റ് വിഷനും നിയർ വിഷനും മിനിമം സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഇപ്പോൾ ബെറ്ററായി 6/6 ഓവേഴ്സായി വരുന്നത് നില്ലാണ്. അപ്പം ബെറ്ററായി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കണ്ണിന് നിങ്ങൾക്ക് എന്തായിരിക്കണം 6/6 കറക്റ്റ് വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് മറ്റേ കണ്ണിന് ഇപ്പം നിങ്ങൾക്ക് എന്താണ് റൈറ്റ് ഐക്കാണ് 6/6 എങ്കിൽ ലെഫ്റ്റ് ഐക്ക് ഈവൻ നിങ്ങൾക്ക് അത്രയും മോശം പുവർ വിഷൻ ആണെങ്കിലും കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. അവിടെ നീൽ എന്നുള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്യും. അതിന് ഇത്ര വിഷൻ വേണമെന്നുള്ള ഒരു കണ്ടീഷൻ ഇല്ല. ഈവൻ അത് വളരെ കുറവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കണ്ണ് ബെറ്ററായി എന്തായിരിക്കണം, നിങ്ങൾക്ക് പ്യുവർ വിഷൻ, അതായത് അതിൻ്റെ റിയൽ വിഷൻ നമുക്ക് അത് 6/6 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഉണ്ടായാലും കുഴപ്പമില്ല. അതായത് ഒരു കണ്ണ് ബെറ്ററായി 6/12 മറ്റേത് 6/12 എന്നുള്ള രീതിയിലാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ 6/9 6/18 ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിയർ വിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 0.6 ആണ് ബെറ്റർ, മറ്റേത് 0.8 ആണ് വരിക. ഇനിയിപ്പം നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനെ കിട്ടി നിങ്ങൾ 35 ഇയേഴ്സോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ ഏജുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇതിലേക്ക് സെലക്ട് ആകുന്നതെങ്കിൽ അവർക്ക് ചെറിയ വ്യത്യാസം വരും. ഇവിടെ 6/6 പകരം അവർക്ക് 6/9 വരും. പിന്നെ അതുപോലെ ഇവിടെ 6/12 പകരം അവർക്ക് 6/18 വരും. ഇവിടെയും മാറും കേട്ടോ അതിനനുസരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 6/9 പകരം അവർക്ക് 6/12 വരും. അപ്പോൾ അതിൽ ചെറിയൊരു റിലാക്സേഷൻ 35 വയസ്സിനോ അതിന് മുകളിലോ ഏജ് ഉള്ളവർക്ക് ആ ഒരു ചെറിയ വ്യത്യാസം വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. അത് അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമാറ്റിലെ സർട്ടിഫിക്കറ്റ് തന്നെ നമ്മൾ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അത് പ്രത്യേകമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് റിസർവേഷൻ്റെ കാര്യങ്ങൾ കിട്ടുള്ളൂ. അതായത് OBCയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ക്രിമിലിയറും നോൺ ക്രിമിലിയറും. ക്രിമിലിയർ വിഭാഗത്തിന് റിസർവേഷനോ റിലാക്സേഷനോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നോൺ ക്രിമിലിയർ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അപ്പോൾ നമുക്ക് നോൺ ക്രിമിലിയർ വിഭാഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അനുബന്ധം 2 കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അനുബന്ധം 3 ഉണ്ട്. ഇവ രണ്ടും പാടെ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്യണം. അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം.
സെറ്റിങ്ങിൻ്റെ ഭാഗത്ത് കേട്ടോ. അതുപോലെ SC/STക്കും AWS കാൻഡിഡേറ്റ്സിനൊക്കെ അതായത് ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അപേക്ഷ ഫീസ് വരുന്നത് ഇപ്പം ഈ പറയുന്ന സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ OBC EWS അതുപോലെ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 250 രൂപ അപ്ലിക്കേഷൻ ഫീ ആയിട്ടും പിന്നെ നമുക്ക് റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് 500 കിട്ടും. 500 കണക്കാക്കി ടോട്ടൽ 750 നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അടയ്ക്കണം. അത് എക്സാം എഴുതി കഴിഞ്ഞാൽ 500 റീഫണ്ട് കിട്ടും അവർക്ക്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് SC/ST എക്സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് യാതൊരുവിധ ഫീസും കൊടുക്കണ്ട, അതായത് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും കൊടുക്കണ്ട. എന്നാൽ റീഫണ്ടബിൾ എമൗണ്ട് 500 നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. അത് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് കിട്ടും. അതുപോലെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിലും ജനറൽ OBC EWS MSP ഒക്കെ ആണെങ്കിൽ അതിലേക്ക് ഇവർക്ക് ടോട്ടൽ 600 രൂപ ഇനിഷ്യലി കൊടുക്കണം, 500 രൂപ റീഫണ്ട് ലഭിക്കും. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് SC/ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് 500 രൂപ അടച്ചാൽ മതി, 500 രൂപ എന്തെങ്കിലും റീഫണ്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫീൻ്റെ കാര്യം. ഫീ ഓൺലൈനായിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടുന്ന എമൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി വിമൻ അതുപോലെ തന്നെ SC/ST അതുപോലെ PWD എക്സ് സർവീസ്മാൻ അവർക്ക് ആക്ച്വലി 500 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും 500 രൂപ എന്തെയും എക്സാം എഴുതിയാൽ റീഫണ്ട് കിട്ടും. അതായത് ഫീ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, ടെക്നീഷ്യൻ A ആണെങ്കിലും അതിലേക്കും അതുപോലെ തന്നെയാണ്, 500 കൊടുക്കുക, 500 റീഫണ്ട് കിട്ടും. ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന എമൗണ്ടാണ് ശരിക്കും ഫീ എഫക്റ്റീവ് ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 500 രൂപ റീഫണ്ട് ലഭിക്കുക നിങ്ങൾ Tier 1 എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കൂ കേട്ടോ. എക്സാമിന് പോയിട്ടില്ലെങ്കിൽ കിട്ടില്ല. ഇനി എക്സാമിനേഷൻ സിറ്റിയാണ്. ഇപ്പോൾ Tier 1 എക്സാമിനേഷൻ നടക്കുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, പിന്നെ കേരളത്തിലാണെങ്കിൽ എറണാകുളം, കൊല്ലം, കോഴിക്കോടാണ്. പിന്നെ ഇതിൽ നിങ്ങൾ എവിടെയും കാണുന്നുണ്ടോ നോക്കുക, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ എക്സാമിനേഷൻ സിറ്റി Tier 2-ൻ്റെതാണെങ്കിൽ അതിൻ്റെത് അവർ നമുക്ക് ചോയ്സ് ഒന്നും തരില്ല. അത് DRDO ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ എളുപ്പത്തിനനുസരിച്ച് അതായത് സിറ്റികളായിരിക്കും, മെയിൻ സിറ്റികളായിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പോകേണ്ടി വരിക. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണമെന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ള കളർ പാസ്പോർട്ട്സ് ഫോട്ടോഗ്രാഫ് വേണം, സ്കാൻഡ് സിഗ്നേച്ചർ വേണം, പിന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. അതായത് ഡിപ്ലോമ IT അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് മാർക്ക്ഷീറ്റ് എല്ലാം വേണം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഏജ് പ്രൂഫിന് വേണം. പിന്നെ റിസർവേഷൻ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ SC/ST PWD എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള OBC എന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വാലിഡ് ആയിട്ടുള്ള സെൻട്രൽ പർപ്പസിന് തയ്യാറാക്കിയിരിക്കണം. പിന്നെ എക്സാം റീഫണ്ടിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അതൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. പക്ഷേ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് കോഡിന് ഈ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിഫറെൻറ്റ് എക്സാമിനേഷൻ സെൻറ്റർ, ഇപ്പോൾ ഞാൻ 2 പോസ്റ്റിന് അപ്ലൈ ചെയ്തു. ഒന്ന് എനിക്ക് കോഴിക്കോടും കിട്ടി, ഒന്ന് കൊല്ലം കിട്ടി. അപ്പം ഞാൻ ഒരു എക്സാം എഴുതി മറ്റേ എക്സാമിന് എനിക്ക് പോകാൻ പറ്റിക്കോളുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഇനി ചില സമയങ്ങളിൽ ഈ 2 പോസ്റ്റിൻ്റെ എക്സാമും ഒരേ സമയത്ത് നടക്കുകയാണെങ്കിൽ അതും നമ്മൾക്ക് തീരുമാനിക്കേണ്ടി വരും ഏത് എഴുതണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട്. ഓക്കെ, മേ ബി സെയിം ഡേ നടക്കാം, സെയിം ഷിഫ്റ്റിൽ നടക്കാം, ഇനി അതുപോലെ ഡിഫറെൻറ്റ് എക്സാം സെൻറ്ററിൽ വെച്ച് നടക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് അപ്പം പിന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടി വരും ഏത് എക്സാം എഴുതണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി എക്സാമിനേഷൻ പാറ്റേൺ ആണ്. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്കൂടെ കാണാൻ പറ്റും നമ്മുടെ ഇതിൻ്റെ, അതായത് സീനിയർ ടെക്നിക്കൽ പോസ്റ്റ് വരുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് കേട്ടോ. Tier 1 Tier 2 എക്സാമിനേഷൻ ആണ്. രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. Tier 1 വരിക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റ് കോഡിനും, അതായത് ഈ പറയുന്ന സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ പോസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാ അതായത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒറ്റ കാറ്റഗറി ആയിട്ട് എടുക്കുക. ഒരൊറ്റ കാറ്റഗറിയിൽ ഒരൊറ്റ എക്സാം ഉണ്ടാകുക. അതായത് അതിൽ വിവിധ ഡിസിപ്ലിൻ വരുന്നുണ്ട്, പല ഡിസിപ്ലിൻ വരുന്നുണ്ട്, പക്ഷേ പല പോസ്റ്റ് കോഡ് വരുന്നുണ്ട്. അത് വിചാരിച്ച് നമുക്ക് സെപ്പറേറ്റ് എക്സാം അല്ല. Tier 1 ഒരൊറ്റ എക്സാമാണ് ഉണ്ടായിരിക്കുക കേട്ടോ, കോമൺ ആയിട്ട്. അതിൽ ജനറൽ സയൻസ് 40 ക്വസ്റ്റ്യൻ, ജനറൽ ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ മാത്സ് 40 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 40 ക്വസ്റ്റ്യൻ ആണ് വരിക. ടോട്ടൽ 150 ക്വസ്റ്റ്യൻ, 150 മാർക്ക്. ഇനി ഇതിൽ Tier 2 CBT പ്രൊഫഷണൽ സെലക്ഷൻ നമ്മളിതിലേക്ക് ഫൈനൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണ് ഈ പറയുന്ന Tier 2 നടക്കുന്നത്. അതിൽ പാർട്ട് 1 പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഇത് സെലക്ഷനിലേക്ക് എടുക്കില്ല. പാർട്ട് 2ൻ്റെ കാര്യമാണ് എടുക്കുക. ടെസ്റ്റ് സ്പെസിഫിക് സബ്ജക്റ്റ് ഏരിയാസുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റാണ്. നിങ്ങളുടെ ഏതാണോ ഡിസിപ്ലിൻ അത് റിലേറ്റഡ് ടെസ്റ്റാണ്. 120 ക്വസ്റ്റ്യൻ, 120 മാർക്ക്.
ഇനി നിങ്ങൾക്ക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് എ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ Tier 2 Tier 1 Tier 2 ഉണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ CBT 1 എല്ലാ പോസ്റ്റ് കോഡിലേക്കും ഒരൊറ്റ എക്സാമാണ് ഉണ്ടായിരിക്കുക. 40 ക്വസ്റ്റ്യൻ ജനറൽ സയൻസ്, ജനറൽ ഇംഗ്ലീഷ്, 30 ക്വസ്റ്റ്യൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ മാത്സ്, 40 ക്വസ്റ്റ്യൻ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, 40 ക്വസ്റ്റ്യൻ 150 ക്വസ്റ്റ്യൻ 150 മാർക്ക് ഉണ്ടാവുക. ഓക്കെ. ഇനി അതുപോലെ CBT 2 Tier 2 വരുന്നത് നിങ്ങൾക്ക് പാർട്ട് 1 പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാകുക. അത് നമ്മൾ ക്വാളിഫയിങ് ജസ്റ്റ് ഇത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു വെയിറ്റേജ് ആയിട്ട് മാർക്കായിട്ട് എടുക്കില്ല, സെലക്ഷനായിട്ട്. പിന്നെ പാർട്ട് 2 വരുന്നത് ഈ പറയുന്ന സ്പെസിഫിക് സബ്ജക്റ്റ് ട്രേഡുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 120 ക്വസ്റ്റ്യൻ 120 മാർക്ക്. പിന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതും ക്വാളിഫൈ നേച്ചറാണ്. ജസ്റ്റ് നമ്മളത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇനിയാണ് നമ്മൾ SC/ST കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട്. ഏകദേശം പേജ് നമ്പർ 21 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സെയിം മാതൃക നിങ്ങളടുത്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. ഓക്കെ. ഇനി രണ്ടാമത്തത് OBC കാൻഡിഡേറ്റ്സിൻ്റെ ആണ്. OBC NCL കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട താലൂക്കിൽ നിന്ന് തയ്യാറാക്കേണ്ടത് അനുബന്ധം 2 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ താലൂക്കിൽ നിന്ന് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ്, അത് തഹസിൽദാർ ഇഷ്യൂ ചെയ്തേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ പ്ലസ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്ത് വേണം, അനുബന്ധം 3 കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ നിങ്ങൾക്ക് ഇൻ അഡീഷൻ ടു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. OBC കാൻഡിഡേറ്റ്സ് മാത്രം കേട്ടോ, OBC NCL കാൻഡിഡേറ്റ്സ് മാത്രം തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അവർ 2 സർട്ടിഫിക്കറ്റ് ആണ്. ഒന്ന് നമുക്ക് താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തത് അനുബന്ധം 3 തന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ അത് ഫില്ല് ചെയ്യുക. നിങ്ങൾ തന്നെ ഇവിടെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, നെയിം, രജിസ്റ്റർ നമ്പർ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ ഒക്കെ എഴുതി ഇതും പാടെ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങൾ സിംഗിൾ PDF ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്, ഡിക്ലറേഷൻ ആണ്. മറ്റേത് നമ്മൾ താലൂക്കിൽ നിന്ന് തഹസിൽദാർ നമുക്ക് ഇഷ്യൂ ചെയ്ത് തരേണ്ടതാണ് കേട്ടോ. മോള് പറഞ്ഞ അനുബന്ധം 2, OBCയുടെ അനുബന്ധം 2 ഇതാണ്. ജസ്റ്റ് ഡിലീറ്റ് ആകട്ടെ. OBCയുടെ അനുബന്ധം 2 കൊടുത്തിരിക്കുന്ന ഇത് താലൂക്കിൽ നിന്ന് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരേണ്ടതാണ്. രണ്ടാമത്തത് അനുബന്ധം 3 തന്നിരിക്കുന്നത് നമ്മൾ തന്നെ പ്രിൻ്റ് എടുത്ത് നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ EWS കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക. പിന്നെ താഴേക്ക് വന്നാൽ PWD കാൻഡിഡേറ്റ്സിനും അങ്ങനെയുള്ള എന്താണ് മറ്റു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ സിലബസ് കാര്യങ്ങളാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് DRDO September 11 എന്ന് പറഞ്ഞിട്ട് കാണാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, GeoCL Eduland എന്ന് അടിച്ചാൽ അങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടും കാണാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നിട്ട് അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയി തരാം. അപ്ലിക്കേഷൻ ഫോം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കാണാം നിങ്ങൾക്ക് September 11 എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് വരികയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പേജ് ലോഡായി വരും. അപ്പോൾ ഇതിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുള്ള് ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി മേ ബി ചിലപ്പോൾ നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ മെമ്പേഴ്സ് ഓൺലി ആയിരിക്കും അധികവും ചെയ്യുക ഫോം ഫില്ലിംഗ് വീഡിയോ ഇനി അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കംപ്ലീറ്റ് ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്ത് കാണിക്കാം. അതിന് ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോയാൽ മതി. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ നേരെ താഴെ സിലബസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ DRDOയുടെ ഒഫീഷ്യൽ പോർട്ടലിലാണ് നമ്മൾ എത്തുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം DRDOയുടെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ കാണാം. ഇതിൽ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കാണാം നിങ്ങൾക്ക് സിലബസ്. ഓക്കെ. സിലബസ് നമ്മൾ എന്ത് ചെയ്യുക, വ്യൂ ചെയ്യാം. ഓക്കെ. യെസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റിയ ബുക്കുകളുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് സബ്ജക്റ്റ് വൈസ് സിലബസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. തിരിച്ചും നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. താങ്ക് യു.